നമ്മൾ ഇപ്പോൾ കാണുന്ന സൂര്യൻ ഇപ്പോഴത്തെ സൂര്യനല്ല. അത് കുറച്ച് മുമ്പത്തെ സൂര്യനെയാണ് നമ്മൾ കാണുന്നത്. മനസ്സിലായില്ല അല്ലേ? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്താൻ 8.5 മിനിറ്റ് എടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സൂര്യൻ 8.5 മിനിറ്റ് മുമ്പത്തെ സൂര്യനെയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ഉള്ള സൂര്യനല്ല ഇപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത്. അത് എത്രയോ മിനിറ്റ് മാറിപ്പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ നക്ഷത്രത്തിനെ കുറിച്ച് ആലോചിച്ചേക്ക്. ഓരോ നക്ഷത്രം എത്രയോ ലൈറ്റ് ഇയർ വ്യത്യാസത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ചില നക്ഷത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നത് 1 വർഷം മുമ്പത്തെ നക്ഷത്രങ്ങളാണ്. പ്രകൃതിയുടെ പല കാര്യങ്ങളും ഇതുപോലെയാണ്. അതുപോലെ ചന്ദ്രനെ നമ്മൾ കാണുന്നതും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ചന്ദ്രനല്ല യഥാർത്ഥത്തിൽ ചന്ദ്രൻ. അത് എത്രയോ മിനിറ്റ് അപ്പുറത്തേക്ക് മാറിക്കൊണ്ട്. അതാണ് പ്രകൃതിയുടെ ഓരോ വ്യത്യാസങ്ങൾ. പ്രകൃതിയെക്കുറിച്ച് മനുഷ്യൻ കാലകാലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇതാണ്. ഭൂമിയെ പോലെ തന്നെ വേറൊരു സ്ഥലത്ത് എന്തെങ്കിലും ജീവൻ ഉണ്ടോ എന്ന്. പക്ഷെ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ജീവൻ ഉണ്ടാകുന്നത് ഓക്സിജൻ ഉള്ളത് കൊണ്ടെന്നാണ്. എന്നാൽ ഓക്സിജൻ മാത്രം ഉണ്ടായാൽ ജീവൻ ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ കാർബൺ ഡയോക്സൈഡും വേണം. കാർബൺ ഡയോക്സൈഡ് ഇല്ലെങ്കിൽ ജീവൻ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡിന് ഒരു പ്രത്യേക കഴിവുണ്ട്. വരുന്ന ചൂടിനെ ആഗിരണം ചെയ്ത് അതിൽ കുറച്ച് ചൂട് പുറത്തേക്ക് തന്നെ വിടും, കുറച്ച് ചൂട് ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. പിന്നെ ഉള്ളിൽ വന്ന ചൂട് കുറച്ച് അങ്ങോട്ട് മേലിലോട്ടും തിരിച്ചു പോവുകയുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് ഒരു മിതശീതോഷ്ണ മേഖല സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ടാണ് പിന്നെ ഓക്സിജൻ കൂടി വന്നു കഴിഞ്ഞാൽ ജീവൻ രൂപപ്പെടും, ജീവൻ നിലനിൽക്കും. അതായത് ഒരു 50-60 ഡിഗ്രിയേക്കാളും ചൂട് കൂടുതൽ കഴിഞ്ഞാൽ ജീവൻ നിലനിൽക്കാൻ സാധിക്കില്ല. അതുപോലെ കാർബൺ ഡയോക്സൈഡ് രാത്രിയിൽ തണുപ്പ് കാഠിന്യം കൂടിയുള്ള തണുപ്പ് ഇല്ലാതാക്കാനും സഹായിക്കും. സ്ഥാനത്ത് നിന്ന് സൂര്യൻ ഒരല്പം മാറിയിട്ടുണ്ടാകും, എത്രയോ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. കാരണം സൂര്യൻ അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് 8 മിനിറ്റിന് മുമ്പുള്ള സൂര്യനാണ്. സൂര്യൻ ആ സ്ഥാനത്ത് നിന്ന് എത്രയോ അപ്പുറത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാകും. ഒരല്പം കൂടെ നമ്മൾ മാറ്റി ചിന്തിക്കുകയാണ്. അപ്പോൾ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള മറ്റൊരു നക്ഷത്രമാണ് ആൽഫ സെഞ്ചുറി എന്നറിയപ്പെടുന്ന മറ്റൊരു നക്ഷത്രം. ആ നക്ഷത്രത്തിൽ നിന്നും ഭൂമിയിലേക്ക് പ്രകാശം എത്താൻ വേണ്ട സമയം 4 വർഷമാണ്. അതായത് അവിടെ നിന്നും പ്രകാശം പുറപ്പെട്ട് ഭൂമിയിലെത്താൻ, അതായത് ഇപ്പോൾ ആ നക്ഷത്രത്തിൽ ഒരാൾ ടോർച്ച് അടിക്കുകയാണെങ്കിൽ ആ ടോർച്ചിൻ്റെ വെളിച്ചം ഭൂമിയിലെത്താൻ വേണ്ട സമയം 4 വർഷമാണ്. അത്രയേറെ ദൂരത്താണ് അത് കിടക്കുന്നത്.